ഹായ് എല്ലാവർക്കും വിർച്വൽ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വിക്ടോറിയസിൻ്റെ VXI ഇവൻറ്റിൻ്റെ വീഡിയോ ചെയ്യായിരുന്നു. നമുക്ക് വിക്ടോറിയസിൻ്റെ VXI വേഴ്സസ് ZXI കമ്പാരിസൺ ആണ്. അപ്പോൾ ഈ ഇവൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഉള്ളത്, എന്തെല്ലാം ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് നോക്കാം. വിക്ടോറിയസിൻ്റെ VXI വേഴ്സസ് ZXI എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ വിക്ടോറിയസിലെ VXI വേണ്ടിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് അതിനകത്ത് മിസ്സിംഗ് ആയിട്ടുണ്ട്. ZXI വേണ്ടിൽ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് മാരുതി കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സിലേക്ക് വന്നാൽ VXI വേണ്ടിൽ നമുക്ക് DRL കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും പാർക്ക് ലൈറ്റും ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് കൊണ്ട് കഴിഞ്ഞാൽ VXI വേണ്ടിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. എന്തായാലും ആക്സസ് റെഡി ചെയ്യണം. 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ZXI വേണ്ടിലേക്ക് വന്നാൽ നമുക്ക് ഫ്രണ്ടിൽ DRL വരുന്നുണ്ട്. അതാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം ലോ ബീം കാണാം. ഫോഗ് ലൈറ്റ് വരുന്നത് അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കീ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കല്ല വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് VXI വേണ്ടിൽ 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 215/60/16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ZXI വേണ്ടിൽ 16 ഇഞ്ച് ബ്ലാക്ക് കളർ അലോയ് വീൽസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 215/60/16 ആണ് ടയർ സൈസ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓവർ വശങ്ങളിൽ നിന്ന് ലുക്ക്. പ്രത്യേകിച്ച് എടുത്തു പുറത്ത് ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല. ഇനി വശങ്ങളിൽ ചുറ്റും ബോറും ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് പോകുന്നത് കാണാം. റിക്കോ സെൻസർ ആംഗിൾ 2 വാഹനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഒരു റൂഫ് റെയിൽസ് വരുന്നുണ്ട് 2 വാഹനങ്ങളിൽ. സൗണ്ട് റൂഫൊന്നും 2 വാഹനങ്ങളിൽ വരുന്നില്ല. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വാഹനങ്ങളുടെ ബാക്കിൽ ലുക്ക് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ ZXI വേണ്ടിൽ ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട്. VXI വേണ്ടിൽ വൈപ്പർ വരുന്നില്ല. D4 മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങൾ കാണാം. നമുക്ക് കണക്റ്റഡ് ടൈലൈറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2 വാഹനങ്ങളിൽ കണക്റ്റഡ് ടൈലൈറ്റ് കാണാം. ടൈലൈറ്റ് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് താഴോട്ട് കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിഫ്ലക്റ്റേഴ്സ് കാണാം. VXI വേണ്ടിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് LED, ബാക്കിൽ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് VXI വേണ്ടിൽ പവർ ടേ ഗേറ്റൊന്നല്ല കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് നോർമൽ ടേ ഗേറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാൾസ് ട്രേ കാര്യങ്ങളകത്ത് കൊടുത്തിട്ടുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാം. സീറ്റ് 60/40 സ്പ്ലിറ്റുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സ്പെയർ വീലൊന്നും ഒരു വീലിലും വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു മാറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരുന്നത്. ZXI വേണ്ടിൻ്റെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉണ്ട്. പക്ഷേ ഓട്ടോ ടെയിൽ ഗേറ്റ് ആണ് ഉള്ളത്. ബൂട്ട് തനിയെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവുന്നത് കാണാം. നമുക്ക് ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള മാസിവായിട്ടുള്ള ബൂട്ടുകളാണ് വിക്ടോറിയസിൽ കൊടുത്തിരിക്കുന്നത്. ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കാണാം. നമുക്ക് ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്കോ സെൻസർ ആംഗിൾ വരുന്നുണ്ട്. ZXI വേണ്ടി ഇൻറ്റീരിയറിലേക്ക് വന്നാൽ ഒരു ഡുവൽ ടോൺ കളറിലാണ് പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം ലെതർ ഫിനിഷ് കാര്യങ്ങളാണ് വരുന്നത്. 4 പൗണ്ടർ കൺട്രോളും മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് ക്രോം ഫിനിഷിലാണ്. ഇവിടെ എല്ലാവരും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അത്യാവശ്യം കംഫർട്ട് ആയിട്ടുള്ള വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. ഇതിപ്പോൾ മാനുവൽ വേണ്ട അതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ഡെപ്പ് പെഡൽ കാണാം. നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫ്യൂൽ ഓപ്പൺ ചെയ്യാനുള്ളതും നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, നമുക്ക് പവർ ടേ ഗേറ്റ് ഓൺ ഓഫ് ചെയ്യാനും അകത്തുനിന്ന് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്യാം. ZXI വേണ്ടിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് മാരുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസപ്പോയിൻമെൻറ്റഡ് ആയിട്ട് പറയാനുള്ളത് ഈ ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഏറ്റവും വില കൂടിയ വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടുള്ള റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിങ്ങിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇടവശത്ത് നമുക്ക് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് പല വശത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്.
ഓട്ടോ ഇടവശത്ത് വൈപ്പറുടെ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റും ഓട്ടോ വൈപ്പേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും എന്തായാലും വരുന്നില്ല. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടോ 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പീഡോമീറ്ററും RPM ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആൻഡ് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഡ്രൈവിംഗ് ടൈം, TPMS, ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് മാരുതി കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കാണാം ഒരു 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെഹിക്കിൾ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് TPMS പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം. ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഒരു അഡാപ്റ്റീവ് ഗൈഡൻസോടെ ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴെയായിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിരുന്നു. അടുക്ക് ഹസാലൈറ്റിൻ്റെ ബട്ടൺ കാണാം. നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷൻസ് സ്ക്രീനിൽ അറിയാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനകത്ത് കൊടുത്തിട്ടുണ്ട്. 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജിങ് പാഡ് കാണാം. USB ആയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ മാനുവൽ ട്രാൻസ്മിഷൻ കാണാം. ഈ LXI to ZXI വരെ എന്തുകൊണ്ടോ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇപ്പോൾ സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അടുത്ത അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള 2 കീ, അൺലോക്ക് ആൻഡ് അൺലോക്ക്. ZXI വേണ്ടിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനോടുകൂടിയ കീ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് കാണാം. സ്പ്രിൻ്റ് ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിരുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ്. ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഓട്ടോ ഡിമ്മിങ്ങുള്ള IR VMs ആണ്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അകത്ത് റീഡിംഗ് ലൈറ്റിലെല്ലാം ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീസൻറ്റ് സൈസ് ഗ്ലോ ബോക്സ് ആണ്. ലൈറ്റ് ഫീച്ചർ ഉണ്ട്. കൂൾ ഫീച്ചർ കാര്യങ്ങളും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഇൻറ്റീരിയർ ലുക്ക്. ഇനി VXI വെൻറ്റിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. VXI വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നാൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാം. നമുക്ക് 4 പൗണ്ടർ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാൻ 4 ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസിൽ നമുക്ക് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കും. പിന്നെ എല്ലാവരും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. സ്പീക്കർ ബില്ല്, ബോട്ടിൽ ലോഡേഴ്സ് കാണാം. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റ് ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ഡെപ്പഡൽ കാണാം. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫ്യൂൽ ഓപ്പൺ ചെയ്യാനുള്ളതും താഴെ കൊടുത്തിരിക്കുന്നു. നമുക്ക് എൻജിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ് ലൈറ്റ്, ലെവൽ അഡ്ജസ്റ്റ് ഉള്ള ഓപ്ഷൻസ് കാണാം. ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്യാം. VXI വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടുള്ള റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ്. ഒരു വശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പലവശത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. VXI വേണ്ടി തൊട്ടേ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസും പലവശത്ത് ഹെഡ് ലൈറ്ററിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ് ലൈറ്റും ഓട്ടോ വൈപ്പേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് VXIയിൽ കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. ഞാനൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആൻഡ് അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ സ്പീഡ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കാണാം ഒരു 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണുള്ളത്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് TPMS പോലെയുള്ള ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസ് പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം. ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഒരു അഡാപ്റ്റീവ് ഗൈഡൻസോടെ ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴെ നമുക്ക് ACയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം. സ്ക്രീനിലാണ് അറിയാനായിട്ട് പറ്റുക. താഴത്ത് കൂടെ നമുക്ക് 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. സ്റ്റോറേജ് സ്പേസ് കാണാം. മാനുവൽ ഗിയർ ലെവർ കാണാം. സെൻറ്റർ ആംറസ്റ്റ്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാണാം. അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് വരുന്നില്ല. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആണുള്ളത്. സ്പ്രിൻ്റ് ഗ്രാബ് ഹാൻഡിൽസ് കാണാം. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs, റീഡിംഗ് ലൈറ്റ് ഹാലജനാണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈഡ് ഗ്ലോ ബോക്സ്, കൂൾ ഫീച്ചറും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഇൻറ്റീരിയറിൻ്റെ ലുക്ക്. ഇനി ZXI വെൻറ്റിൻ്റെ ബാക്ക് സ്പേസ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം വേർഡാ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. കയറിറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ്സ് എല്ലാം ഡ്യുവൽ ടോൺ കളർ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാം. പൗണ്ടർ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ്. സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ കൊടുത്ത് കൊടുത്തിരിക്കുന്നു.
ബാക്കിലേക്ക് ഈസി വെൻസ് വരുന്നുണ്ട്. 2 ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് കാണാം. സെൻറ്റർ ആംബസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും കാണാം. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീറും കാണാം. ഹെഡ്റൂം നോക്കുവാണെങ്കിൽ നിവർ നിന്നാൽ പോലും ഏകദേശം ഒരു 7 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് 2 വശത്തും കൊടുത്തിട്ടുണ്ട്. നമുക്ക് റീഡിംഗ് ലൈറ്റുകളാണ് ഹാലജൻ ആട്ടാവുന്നത്. ബാക്കിൽ പാൽ സെറ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ZX വെൻറ്റിൻ്റെ ബാക്ക് സ്പേസ് ചെക്ക് ചെയ്യാം. ZX വെൻറ്റിൻ്റെ ബാക്ക് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വൈഡായി തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ്സ് ഡ്യൂട്ടൺ കളറിൽ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാം. പൗണ്ടർ കളർ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോട്ടിൽ ഓഡസ്. ബാക്കിലേക്ക് ഈസി വെൻസ് പോലുള്ള ഫീച്ചേഴ്സ് കാണാം. ടൈപ്പ് സി ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കാണാം. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം കപ്പ് ഹോൾഡേഴ്സ് കാണാം. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് ഐസഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീറും കാണാം. ഹെഡ്റൂം നോക്കുവാണെങ്കിൽ നിവർ നിന്നാൽ പോലും ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നമുക്ക് സ്പ്രിംഗ് ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. ബാക്കിലേക്ക് പാൽ സെറ്റർ കാണാം. നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിക്ടോറിയസിൻ്റെ VXI വേഴ്സസ് ZX വെൻറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോഴും ബേസ് വെൻറ്റ് തൊട്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹീൽ ഹോൾഡ് TPMS സീ ബെൽറ്റ് ആർട്ടിഫിഷ്യൽ ഓപ്ഷൻസ് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ട്രൈ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ 5 സ്പീഡ് ഓട്ടോമാറ്റിക് വിത്ത് സ്ട്രോങ് ഹൈബ്രിഡ് പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഫോർ മോർ ഇൻഫോർമേഷൻസ് നമുക്ക് അവരെ കൊടുത്ത് കോൺടാക്ട് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കാണുന്നവരെ ബൈ ബൈ.